പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സഹാബികൾ വന്നിട്ട് ചോദിച്ചല്ലോ, പ്രവാചകരെ, നാട്ടിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ്, എന്താണ് നമ്മൾ ചെയ്യുക? റസൂല് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് കാലഘട്ടത്തെക്കുറിച്ച ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഈ കിതാബിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. നിങ്ങളെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും ഹുക്കുമുകളെ നിങ്ങൾക്ക് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. വഹുവ ഹബ്ലുൽ മതീൻ, അള്ളാഹുവുമായിട്ട് ഒരിക്കലും അറ്റുപോകാതെ നിങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുന്ന കയറാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഈ കിതാബുള്ളയെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് റസൂൽ സഹാബികളോട് പറഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ, വിശേഷിച്ചും പുതിയ കാലത്ത് സാഹചര്യങ്ങൾ മുസ്ലിം സമൂഹത്തിന് അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വിശേഷിച്ചും പുതിയ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടാക്കളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് എങ്കിൽ നിലവിലെ കാലത്തിന്റെയും നിലവിലെ സാഹചര്യത്തിന്റെയും വെറും അടിമകളും ദുർബലരുമായി പോകാതെ പുതിയ കാലഘട്ടങ്ങളെയും പുതിയ സാഹചര്യങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടാക്കളായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ നമ്മൾ കയ്യിലേന്തുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. അതാണ് രണ്ടാമതായിട്ട് ഉണർത്താനുള്ളത്. മൂന്നാമതൊരു കാര്യം, റമദാനിൽ നമ്മളാരും നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളുകളല്ല. നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ മഹല്ലിനു വേണ്ടി, ഇസ്ലാമികമായ സംരംഭങ്ങൾക്ക് വേണ്ടി കൂടി ജീവിച്ച ആളുകളാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. വിശ്വാസികൾ എന്നത്, മുസ്ലിം സമൂഹം എന്നത് അവരുടെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് അവരുടെ കാര്യങ്ങളിലൂടെ ജീവിച്ചു പോയി അങ്ങനെ മരിച്ചു പോകേണ്ട ഒരു സമൂഹമല്ല. മറിച്ച് ഈ നാടിനു വേണ്ടി, ഈ സമൂഹത്തിനു വേണ്ടി, ഈ ചുറ്റുവട്ടത്തിനു വേണ്ടി ഒരു ചെറുതെങ്കിലും ചെറുതായ ഒരു തിരികൊളുത്തി അവർക്ക് വെളിച്ചം നൽകേണ്ടവരാണ് വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്. നമ്മളൊരു മാസം റമദാനിലൂടെ കടന്നു വന്നപ്പോൾ മഹല്ല് നമ്മുടെ മുമ്പിൽ ഒരു അജണ്ടയായിരുന്നു. പ്രയാസപ്പെടുന്ന അഗതികളായ ആളുകൾ നമ്മുടെ മുമ്പിൽ അജണ്ടയായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ധാരാളക്കണക്കിന് വരുന്ന വലിയ വലിയ പദ്ധതികളെ വിജയിപ്പിച്ചെടുക്കുക എന്നത് നമ്മളുടെ ഒരു അജണ്ടയായിരുന്നു. ഉമ്മത്ത് മുസ്ലിമക്ക് വേണ്ടി, പ്രിയപ്പെട്ട നമ്മളുടെ നാടിനു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി ധാരാളമായിട്ട് നമ്മൾ ഉള്ളുരുകി മനസ്സലിഞ്ഞ് നമ്മൾ ദുആയിരുന്നിട്ടുണ്ട്. നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിനു വേണ്ടി കൂടി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളൊക്കെ വ്യത്യസ്ത സംഘടനകളിലും വ്യത്യസ്ത തുറകളിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മൾ അറിയണം, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കൂടി ഉള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന്, സ്വലാത്തുമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം, അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിനെ അതിനെ പുറത്തു നിർത്താതെ അതിനെ നമ്മളോട് ചേർത്തു വെക്കുവാൻ, ഈ രണ്ട് ആത്മീയമായ കരുത്തിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് വേണ്ടി കൂടി ജീവിക്കുവാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ ആധ്യാത്മികമായ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞിടത്തെല്ലാം സമൂഹത്തിന്റെ സുഭിക്ഷത, സമൂഹത്തിന് കൊടുക്കേണ്ട അന്നത്തെക്കുറിച്ച്, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഒക്കെ ഇസ്ലാം പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. അഖീമുസ് സ്വലാ എന്ന് പറഞ്ഞാൽ വആതുസ് സക്കാ. നിങ്ങൾ ആത്മീയമായ ഉത്തുംഗതയിലെ നമസ്കാരം നിർവഹിക്കുമ്പോഴും വആതുസ് സക്കാ, നിങ്ങളുടെ ചുറ്റുവട്ടത്തിന്റെ സാമ്പത്തിക ഉന്നമനം നിങ്ങളുടെ ലക്ഷ്യമാകണം. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പുറത്ത് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറയുന്നു. നോമ്പെടുക്കാൻ കഴിവില്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അഗതികളായ മനുഷ്യന്റെ ദാരിദ്ര്യത്തെ അകറ്റാൻ അവൻ അന്നം കൊടുക്കലാണ് നിങ്ങളുടെ നോമ്പെടുക്കാത്തവനുള്ള പ്രതിവിധി എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം അള്ളാഹു പറയുന്നത്, ഹജ്ജ് നിങ്ങൾ പൂർത്തീകരിച്ചാൽ ബലിയറുക്കണം നിങ്ങൾ മൃഗത്തെ, എന്നിട്ടോ അതിന്റെ ഒരു തുള്ളി രക്തം പോലും, ഒരു കഷ്ണം മാംസം പോലും അള്ളാഹുവിന് വേണ്ടതില്ല, നിങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങി അവരിലേക്ക് നിങ്ങൾ അതിനെ കൊടുക്കണം. നമ്മൾക്ക് മാത്രമുള്ളതല്ല, നമ്മൾ ചുറ്റുവട്ടത്തെ മുഴുവൻ സമൂഹത്തിനുമുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമികമായി, വിശേഷിച്ചും പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമികമായി ജീവിക്കുവാൻ, ദീനീപരമായി ജീവിക്കുവാൻ,
ആ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം പകർന്നു നൽകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അതിനുള്ള തൗഫീഖ് നൽകി എന്നെ, നിങ്ങളെ, നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.